ടിങ്കർ ക്രീക്ക്. ഓതർ ആനി ഡിലാർഡ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഐലൻഡ് ടിങ്കർ ക്രീക്കിന്റെ എഡ്ജിലൂടെ നടക്കുകയായിരുന്നു. വെള്ളത്തിൽ തനിക്ക് എന്തെല്ലാം കാണാൻ സാധിക്കുമെന്നും അതിലുപരി അവിടെ കാണുന്ന ഫ്രോക്സിനെ ഒന്ന് സ്കെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ഓതറിന്റെ നടത്തം. ഫ്രോക്സിനെ കുറിച്ച് ഓതർ പറയുന്നത് എന്തെന്നാൽ, അവർ നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കാലുകളിലേക്ക് പെട്ടെന്ന് ചാടി വീണ് നമ്മളെ പാനിക്കാക്കുന്നു. ഇതൊരു ഇന്നെലഗന്റായ ഭംഗിയില്ലാത്ത രീതിയായി ഓതറിന് തോന്നുന്നു. അതുപോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്നു എന്നതാണ്. ഇത് ഓതറിനെ അമ്യൂസ് ചെയ്യിപ്പിച്ചു. ആ വാക്കിന്റെ ഇടയിൽ ഒരുപാട് ഫ്രോക്സിനെ വെള്ളത്തിനകത്തും പുറത്തുമായിട്ട് ഓതറിന് കാണാൻ സാധിച്ചു. മഡ് ബാങ്ക്, വാട്ടർ, ഗ്രാസ്, ഫ്രോഗ് എന്നിങ്ങനെയുള്ള ഒബ്ജക്ട്സിൽ നിന്നും വരുന്ന ലൈറ്റിനെ, റിഫ്ലക്റ്റഡ് ലൈറ്റിനെ ഓതറിന് കൃത്യമായി റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നും ആനി ഡിലാർഡ് പറയുന്നു. ഫ്രോക്സ് തനിക്ക് ചുറ്റും പറക്കുന്നതായും ഓതറിന് അനുഭവപ്പെടുന്നു. ഒരു പക്ഷേ ഫ്രോക്സിന്റെ ജമ്പിനെ ആയിരിക്കാം ഓതർ അങ്ങനെ പറഞ്ഞിരിക്കാം. വാക്കിനിടയിൽ ഓതർ ഒരു സ്മോൾ ഗ്രീൻ ഫ്രോഗിനെ നോട്ടീസ് ചെയ്യുന്നു. ആ ഫ്രോഗ് പകുതി വെള്ളത്തിലും പകുതി പുറത്തുമായിട്ടാണ് കാണപ്പെട്ടത്. അതൊരു ആംഫീബിയന്റെ സ്കീമാറ്റിക് ഡയഗ്രാം പോലെ ഓതറിന് അനുഭവപ്പെട്ടു. എന്നാൽ ഓതറിനെ ചിന്തിപ്പിച്ച കാര്യം ആ സ്മോൾ ഗ്രീൻ ഫ്രോഗ് ഓതറിനെ കണ്ടിട്ടും ജംപ് ചെയ്തില്ല എന്നതാണ്. അതെന്തുകൊണ്ടാണെന്നറിയാൻ ഞാൻ എൻ്റെ ഫ്രണ്ട് ബിനിഷയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഹായ്, ഐ എം ബിനീഷ. ഓതർ ആനി ഡിലാർഡ് ടിങ്കർ ക്രീക്ക് ഐലൻഡിന്റെ എൻഡിലായി കാണപ്പെട്ട ഫ്രോഗിന്റെ അടുത്തേക്ക് പതിയെ നീങ്ങി ചെല്ലുകയും അവിടെ ഐലൻഡിലായി മുട്ടുകുത്തിയിരുന്ന ഫ്രോഗിനെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്തു. ആ ഫ്രോഗിനെ പറ്റി ഓതർ പറയുന്നത് അതൊരു സ്മോൾ ഫ്രോഗ് ആയിരുന്നു എന്നും അതിന്റെ വൈഡ് ഐസ് ആയിരുന്നു എന്നുമാണ്. എന്നാൽ ആ വൈഡ് ഐസിൽ ഓതർ കണ്ടത് ഒരു ഡൾ ഫീലിംഗ് ആയിരുന്നു. വളരെ വിഷാദമായിട്ടായിരുന്നു ആ ഫ്രോഗിന്റെ കണ്ണുകൾ കാണപ്പെട്ടത്. പതിയെ പതിയെ ആ ഫ്രോഗ് വെള്ളത്തിൽ ക്രംബിൾ ചെയ്തു പോകുന്നതായി, ചുരുങ്ങി പോകുന്നതായി ഓതറിന് കാണാൻ സാധിച്ചു. അതിന്റെ കണ്ണിൽ നിന്നെല്ലാം ജീവന്റെ തുടിപ്പെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടും ഓതർ കണ്ടു. മാത്രമല്ല അതിന്റെ സ്കിൻ എംപ്റ്റി ആവുകയും ഒരു തകർന്ന കൂടാരം പോലെ അതിന്റെ സ്കളെല്ലാം കൊളാപ്സ് ചെയ്തു പോകുന്നതായിട്ടും കണ്ടു. ഒരു ഡിഫ്ലാറ്റിംഗ് ബലൂൺ പോലെ, അതായത് കാറ്റുപോയ ഒരു ബലൂൺ പോലെ തന്റെ കൺമുന്നിൽ വെച്ച് ആ ഫ്രോഗ് ഷ്രിങ്ക് ചെയ്തു പോയി എന്നാണ് ഓതർ പറയുന്നത്. ആ ഫ്രോഗിന്റെ സ്കിൻ മാത്രമാണ് ഇപ്പോൾ വെള്ളത്തിൽ ഒരു സ്കം പോലെ, അതായത് ഒരു മാലിന്യം പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇതൊരു വളരെ ടെറിഫയിങ് ആയിട്ടുള്ള, വളരെ ഭയാനകമായിട്ടുള്ള, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഓതർ പറയുന്നത്. ഇപ്പോൾ ആ ഡ്രെയിൻഡ് ഫ്രോഗിന്റെ പുറകിലായി ഒരു ഓവൽ ഷേപ്പ്ഡ് ഷേഡോ മാത്രമാണ് കാണുന്നത്. അത് വെള്ളത്തിൽ ആഴങ്ങളിലേക്ക് മുങ്ങിമറയുകയും ചെയ്യുന്നുണ്ട്. പതിയെ പതിയെ ആ ഫ്രോഗിന്റെ സ്കിൻ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ഇത്രയുമാണ് നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫ്രോഗിന് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ഞാൻ എൻ്റെ ഫ്രണ്ട് ദേവേഷിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ബിനിഷ ആൻഡ് വെൽക്കം ഓൾ. ഞാൻ ദേവേഷ് MS. ഞാൻ ഇന്നിവിടെ ബിനിഷ എടുത്തതിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കാൻ പോകുന്നത്. പിൽഗ്രിംസ് അറ്റ് ടിൻഡർ ക്രീക്ക് എന്ന ചാപ്റ്ററിലെ 3ാമത്തെ പാരഗ്രാഫാണ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. സോ 2ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം ഓതർ ഒരു ഡാർക്ക് ഓവൽ ഷേപ്പ് ഷേഡോ ഒബ്സർവ് ചെയ്തു. ആ ഷേഡോ എന്തിൻ്റെയാണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താ, അതിനെക്കുറിച്ചാണ് ഈ 3rd പാരഗ്രാഫിൽ വിവരിക്കുന്നത്. സോ ആ ഷേഡോ ഒരു ജയന്റ് വാട്ടർ ബഗിൻ്റെ ആയിരുന്നു. ഓതർ ജയന്റ് വാട്ടർ ബഗിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓതർ ഇതുവരെ അതിനെ കണ്ടിട്ടില്ല, പക്ഷേ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അത് വെച്ച് ഓതർ ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ഡാർക്ക് ബ്രൗൺ കളർ എനോർമസ് ബഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള ബ്രൗൺ കളറുള്ള ഒരു ബഗ്ഗാണ് ഇത്. ഇതിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ മീനുകൾ, ടാഡ്പോൾ, ഫ്രോഗ്. ഈ ടാഡ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രോഗിൻ്റെ ചെറുപ്പകാലത്തെ വിളിക്കുന്നതാണ്. പിന്നെ ഈ വാട്ടർ ബഗ് എങ്ങനെയാണ് അതിൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണമുണ്ട്. സോ ആദ്യം ഈ വാട്ടർ ബഗ് അതിൻ്റെ കാലുകൾ ഉപയോഗിച്ച് ഇരയെ ഇറുക്കി പിടിക്കും. അതിനുശേഷം അതിൻ്റെ പോയിസണസ് ബൈറ്റിലൂടെ ഒരു പോയിസണസ് ആയ എൻസൈം ഈ ഇരയുടെ ഉള്ളിലേക്ക് കടത്തിവിടും. ഈ എൻസൈം ഇരയുടെ ഉള്ളിലുള്ള ഓർഗൻ, മസിൽ, ബോൺ തുടങ്ങിയവയെല്ലാം ഒരു ലിക്വിഡ് രൂപത്തിലാക്കും. അതിനുശേഷം ഈ വാട്ടർ ബഗ് ഈ ലിക്വിഡ് സക്ക് ചെയ്തെടുക്കും. സോ ഇരയുടെ സ്കിൻ മാത്രമേ അവശേഷിക്കുള്ളൂ. സോ ഓതർ ഒബ്സർവ് ചെയ്ത ഫ്രോഗിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഓതർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്രോഗിനെ ഒരു ജയന്റ് വാട്ടർ ബഗ് വന്ന് അറ്റാക്ക് ചെയ്തു. ആൻഡ് ഫ്രോഗിൻ്റെ സ്കിൻ മാത്രം ബാക്കിയായി. അപ്പോൾ ഈ ജയന്റ് വാട്ടർ ബഗ് ഇതിൻ്റെ ഉള്ളിലത്തെ ഓർഗനൊക്കെ സക്ക് ചെയ്തെടുക്കണ നേരത്ത് ഈ ഫ്രോഗ് ചുരുങ്ങി പോകുന്നത് പോലെ ഓതറിന് തോന്നി. ഇതുപോലെയുള്ള ഇവൻ്റൊക്കെ വെള്ളത്തിൽ സർവ്വസാധാരണമായി നടക്കുന്നതാണ്. സോ ഓതർ ഇത് കണ്ട് അത്യാവശ്യം ഒന്ന് ഷോക്കായി. ആൻഡ് അവിടെ മുട്ടുകുത്തിയിരുന്നിരുന്ന ഓതർ എണീറ്റ് മുട്ടുമത്തെ പൊടി തട്ടി ആൻഡ്
ബ്രെത്ത് എടുക്കാൻ പറ്റിയിരുന്നില്ല ഓതറിന്. സോ സ്ലോലി ആൾ റിക്കവർ ചെയ്തു വന്നു. ഇത്രയുമാണ് ഈ 3rd പാരഗ്രാഫിൽ പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജയന്റ് വാട്ടർ ബഗിൻ്റെ സ്പെഷ്യാലിറ്റി, അത് ഇരയെ പിടിക്കുന്ന രീതി, ഇതൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. സോ എൻ്റെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഇനി കണ്ടിന്യൂഷനായി എടുക്കുന്നതിന് ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ് രാംഷിയെ ക്ഷണിക്കുന്നു. താങ്ക് യു. Hi, I am Ramshi. Today I am going to take the 4th paragraph of Pilgrims at Tinker Creek. So let's start. Of course, many carnivorous animals devour their prey alive. So ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കാർണിവോറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാംസഭോജികളാണ്. മാംസഭോജികളായ മൃഗങ്ങൾ അവയുടെ ഇരയെ ജീവനോടെയാണ് കഴിക്കുന്നത്. The usual method seems to be to subdue the victim by downing or grasping it so it can't flee, then eating its whole or in a series of bloody bites. ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയുടെ സാധാരണയുള്ള ഇരപിടുത്തം എന്ന് പറയുന്നത് ഇരയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവയെ വിടാതെ പിടിച്ചിട്ട് മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ കഴിക്കുക എന്നാണ് ഇവയുടെ സാധാരണമായ ഇരപിടിക്കുന്ന രീതി. Frogs eats everything whole, stuffing prey into their mouths with their thumbs. തവളകൾ മിക്കതും എല്ലാത്തിനും മുഴുവനായി കഴിക്കും. നമുക്കറിയാം തവളകളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെയാണ്. അത് അവയുടെ തംസ് ഉപയോഗിച്ച് മൗത്തിലേക്ക് സ്റ്റഫ് ചെയ്തിട്ടാണ് അവരങ്ങനെ കഴിക്കുന്നത്. People have seen frogs with their wide jaw full of live dragonflies. They couldn't close them. അതായത് ചിലർ കണ്ടിട്ടുണ്ട് തവളകളുടെ വായിൽ നിറയെ ജീവനോടുള്ള ഡ്രാഗൺ ഫ്ലൈസ് കൊണ്ട് നിറഞ്ഞിട്ട് അവർ ആ തവളയ്ക്ക് ആ വായ അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആൻഡ്സ് ഡോണ്ട് ഈവൻ ഹാവ് ടു ക്യാച്ച് ദെയർ പ്രേ. ഇൻ ദ സ്പ്രിംഗ് they swarm over newly hatched featherless birds in a nest and eat them tiny bite by bite. അതായത് ഉറുമ്പുകൾക്ക് അവയുടെ ഇരയെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ കിളിക്കൂട്ടിലെ പുതുതായി വിരിഞ്ഞ എന്താ പറയുക ഫെതേഴ്സ് ഇല്ലാത്ത ചെറിയ കിളിക്കുഞ്ഞുങ്ങളെ ബൈറ്റ് ബൈ ബൈറ്റ്, അതായത് കുറച്ചേശ്ശെ ഇവരിങ്ങനെ ആൻസ് വന്നിങ്ങനെ കഴിക്കും. അതാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത പാരഗ്രാഫ് എടുക്കാവുന്നത് വിഷ്ണുവാണ്. ഞാൻ അപ്പോൾ അടുത്ത പാരഗ്രാഫ് എടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ താങ്ക് യു. Hi everyone, today I am going to take the concluding part of the chapter A Pilgrim to the Tinker Creek by Annie Dillard. Here the author thinks about the God, his creations and the mysteries of nature. നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് വലിയ ഒരു മിസ്റ്ററിയാണ്. അതിൻ്റെ സത്യാവസ്ഥ ഇന്നും ആർക്കും അറിയില്ല. ഗോഡിനെ ആണ് നമ്മൾ നാച്ചുറിൻ്റെ ക്രിയേറ്റർ എന്ന് വിളിക്കുന്നതെങ്കിലും ഗോഡ് ഇൻവിസിബിൾ ആണ്. However, we can see the presence of God in the true wonders of nature. നേച്ചറിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ പർപ്പസ് ഉണ്ട്. എല്ലാ ജീവികളെയും കുറച്ചു കാലത്തേക്ക് അപകടങ്ങളിൽ നിന്നും അതിജീവിക്കും എന്നും ഓദർ പറയുന്നു. ഖുറാനിലെ അള്ളാഹുവിൻ്റെ ഒരു കോട്ട് ഓദർ ചോദിക്കുന്നുണ്ട്. ഡു യു തിങ്ക് ദ ഹെവൻ, ദ എർത്ത് ആൻഡ് ഓൾ ഇൻ ബിറ്റ്വീൻ ആർ മെയ്ഡ് വിത്തൗട്ട് എനി പ്രോസസ്? തമാശയ്ക്കാണോ എന്നും ഓദർ ചോദിക്കുന്നു. ശൂന്യതയെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും ഓദർ നമ്മളോട് ആലോചിക്കാൻ പറയുന്നു. വലിയ ഒരു വാട്ടർ ബഗിനെ തമാശയ്ക്കല്ല ആത്മാർത്ഥമായിട്ടാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നും ഡിൽഹാർഡ് ചോദിക്കുന്നു. ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയ പാസ്കൽ ഉപയോഗിച്ചിരിക്കുന്ന ടേം ആണ് ഡിയോസ് അബ്സ്റ്റാൻറ്റിക്കസ്, വിച്ച് മീൻസ് ഹിഡൻ ഓർ ഇൻവിസിബിൾ ഗോഡ്. He also asked whether the God created the nature and vanished, just like the wolf who vanished with the turkey kept for the Thanksgiving day. He also compares the God with the wolf. Einstein described the God as subtle but not malicious. He also says that nature conceals her mystery by means of her essential greatness, not by her cunning. അതായത് പ്രകൃതി അതിൻ്റെ മിസ്റ്ററീസ് മറയ്ക്കുന്നത് അതിൻ്റെ ആഡംബരം കൊണ്ടാണ്, തന്ത്രം കൊണ്ടല്ല. God has not escaped, but God's spirit spread ചെയ്തിട്ടുണ്ട് നമ്മുടെ നേച്ചറിൽ. ദാറ്റ് മീൻസ് ഗോഡിനെ ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല. ഓദർ ബൈബിളിലെ ഒരു റെഫറൻസ് പറയുന്നുണ്ട്, സ്വാറ്റ്ലിംഗ് ബോൺ ഫോർ ദ സീ, which means God covered the sea with darkness, that the God set the boundary for the man by the sea. And then he said, you can come up here, not further. അതായത് മാനിന് അധികം ദൂരം ഒന്നും പോയിട്ടില്ല അറിവ് തേടി. We only have rode a bit, not far, into the darkness. ഇപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ ഇരുന്ന് ഒരു കാർഡ് ഗെയിം കളിക്കുകയാണ്. എന്നിട്ട് ഓദർ പറയുന്നു, ഈ യൂണിവേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല.
By this, I am concluding my words. Thank you and have a nice day. Thank you all.